ആലപ്പുഴ പാണ്ടങ്കരിയിൽ പെയിന്റിംഗ് തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. പാണ്ടങ്കരി സ്വദേശി വിജുകുമാറാണ് ജോലിക്കിടെ കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം ബാലരാമപുരത്ത് തൊഴിലാളി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. വെഞ്ഞാറമൂട് സ്വദേശി സുഭാഷാണ് മരിച്ചത്. ബാലരാമപുരം പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം ബാലരാമപുരത്ത് ലോറിക്ക് പിന്നിൽ കാറിടിച്ചൊരാൾ മരിച്ചു. മാരായ മുട്ടം സ്വദേശി സ്റ്റാലിനാണ് മരിച്ചത്. 4 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടനിലം ക്ഷേത്ര ജംഗ്ഷന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. കഞ്ചാവ് കസ്റ്റഡിയിലെടുത്ത എക്സൈസ് പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശികളായ ജയദേവ് മണ്ഡൽ, അനൂപ് മണ്ഡൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും 6.5 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. തിരുവനന്തപുരത്ത് കുരിശടിയും ക്ഷേത്രവും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ 3 പേർ പോലീസ് പിടിയിൽ. മെറിൻ, ശ്യാം, റോജിൻ എന്നിവരെയാണ് കാഞ്ഞിരക്കുളം പോലീസ് പിടികൂടിയത്. പെരിയാറിൽ നിന്നും മണൽ കടത്തുന്നതിനിടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ മുക്കട കിഴക്കേതിൽ മുഹമ്മദ് ഷെറിൻ, പുത്തൻപുര വടക്കേതിൽ ഷാനവാസ് എന്നിവരെയാണ് ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് കൊലപാതക കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. മഞ്ഞപ്ര നടുവട്ടം കൊടുങ്ങൂക്കാരൻ വീട്ടിൽ വെറ്റിനെയാണ് കാപ്പ ചുമത്തി പിടികൂടിയത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 12 കളഭ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ശങ്കരനാരായണ സംഗീതോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര താരം മനോജ് കെ ജയൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടകര സഹൃദയ കോളേജിൽ സുകുമാർ അഴീക്കോട് സ്മൃതി പ്രഭാഷണം നടത്തി. മലയാള വിഭാഗം അയനം സാംസ്കാരിക വേദിയുമായി സഹകരിച്ച് നടത്തിയ പ്രഭാഷണം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു.